ആദ്യ ഹംദും അസ്സലാം അലിഫ് ലാം മീം അസ്സലാം ആലിമുൽ ഗൈബായവനേകനേ അൽഹംദുലില്ലാഹ് ഹംദിനാൽ അൽഹംദുലില്ലാഹ് ഹംദിനാൽ സൗവജാവാൻ കഹ സാദരമോദാം സലാം ആദ്യ ഹംദും അസ്സലാം. സിബല്ലേച്ചി ഒരുപാട് നാളായി ഈ സംഗീത രംഗത്ത് ഉണ്ടായിട്ട്. ഇപ്പൊ ഈ മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷനില് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഗുണകരമാവുന്നത്? ഒരുപാട് വർഷങ്ങളായി ഞാൻ സംഗീത രംഗത്ത് വിവിധ മേഖലകളിലൂടെ ലളിത സംഗീതം തൊട്ട് സിനിമാ ഗാനങ്ങൾ, ഗാനമേള, മാപ്പിളപ്പാട്ടിലാണ് എനിക്ക് കൂടുതൽ ജനങ്ങൾ ഇഷ്ടം. ജനകീയമായ ഗായിക എന്നുള്ളൊരു പേര് എനിക്ക് വന്നത് മാപ്പിളപ്പാട്ടിലൂടെയാണ്. കാരണം കാസറ്റ് വർക്കിലൂടെയാണ് നമ്മുടെ പാട്ടുകള് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കേൾക്കുന്നതോടൊപ്പം പ്രവാസികളും കൂടെ കേൾക്കുന്നത്. പ്രവാസികൾ കേട്ടിട്ടാണ് ശരിക്കും നമ്മൾ അറിയപ്പെട്ട ഗായികയായി മാറിയത്, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകൾ. അതെ. ഇപ്പൊ ഈ സംഘടനയായിട്ടുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്? ഈ സംഘടന എന്ന് പറഞ്ഞത് തുടങ്ങിയത് 1997 ഇപ്പൊ തന്നെ 30 വർഷത്തിലധികം ആയല്ലോ. അതിന്റെ തുടക്കം മുതൽ ഞങ്ങളെല്ലാം ഉണ്ട്. തുടക്കത്തില് എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണ് തുടങ്ങിയിരുന്നത്? അതായത് കലാകാരന്മാരുടെ ജീവിതം അറിയാലോ, പണ്ട് മുതൽക്കേ വേദിയിൽ പാടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ ജീവിതവും എല്ലാം ബുദ്ധിമുട്ടാവും. പ്രായമാകും തോറും അവരുടെ കലാജീവിതം എങ്ങനെ മുന്നോട്ട് പോകും നമുക്ക് അറിയില്ല. പക്ഷെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയത്. ഇത്തരമൊരു സംഘടന ഉണ്ടായത് കൊണ്ട് സർക്കാരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്? 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറെയൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കലാകാരന്മാർ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. അതേപോലെ തന്നെ സംഗീതത്തിലുള്ള സിംഗേഴ്സിന്റെ ഒക്കെ സംഘടന ഉണ്ട്. അതൊക്കെ ഇത് വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഈ സംഘടന? മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ ആണ് ഏറ്റവും ആദ്യം ഇവിടെ കോഴിക്കോട് തുടങ്ങിയത്. അതായത് കലാകാരന്മാർക്ക് വേണ്ടിയുള്ള സംഘടന ഏറ്റവും ആദ്യം തുടങ്ങിയത് ഇവരാണ്. ഇതിൽ നിന്ന് മാറിപ്പോയവരാണ് അതായത് അവര് സ്വതന്ത്രമായിട്ട് സംഘടനകളുമായിട്ട് മുന്നോട്ടേക്ക് പോയി. സിബല്ലേച്ചി ഇത്തരത്തിലുള്ള എത്ര സംഘടനകളുണ്ട്? ഞാൻ ഇതുപോലെ 4-5 സംഘടനകളിൽ ഏറ്റവും പുതിയതായിട്ട് കാഫ് എന്ന് പറഞ്ഞിട്ട് കേരള ഫ്രറ്റേണിറ്റി ആർട്ടിസ്റ്റ്, അതാണ് കാഫ് എന്ന് പറയും. നമ്മുടെ സ്റ്റീഫൻ ദേവസ്യ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള അവർ, അതും നല്ല തന്നെയാണ്. കലാകാരന്മാർക്ക് പ്രായമാകുമ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്നുള്ളതാണല്ലോ എല്ലാവരും ആലോചിക്കുക. നല്ല പ്രായത്തില് എല്ലാവർക്കും കയ്യടി കിട്ടും, അവർക്ക് ആദരവ് കിട്ടും, പബ്ലിസിറ്റി കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ ഒരുപാട് വർഷങ്ങൾ ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് അത്താണിയായിട്ട് നിൽക്കണമെങ്കിൽ അസോസിയേഷൻ ഉണ്ടായാൽ മതിയാവും. തിളങ്ങി നിന്ന ലൈനറ്റിൽ അത്രയും തിളങ്ങി നിന്ന സിബല്ലേച്ചി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രായമായി വരുന്നു. പിന്നെ പുതിയ പുതിയ ഗായകന്മാർ പുതിയതായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് പഴയ ആളുകളൊക്കെ പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും സിബല്ലേച്ചി ഓർത്തെടുത്തുകൊണ്ട് ആളുകൾ എപ്പോഴും ബന്ധപ്പെടാറുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ. ഇത്തരത്തിൽ മറക്കാനാവാൻ പറ്റാത്ത അത്രയും നല്ലൊരു അനുഭവം ഏതാണ്? എനിക്ക് സത്യം പറയാൻ വെച്ചാല് സംഗീത രംഗത്തുള്ളവർ ആരും എന്നെ മറന്നിട്ടില്ല. കാരണം ഞാൻ നിരന്തരമായിട്ട് നമ്മൾ എവിടെ വിളിച്ചു കഴിഞ്ഞാലും അവിടെ ഞങ്ങൾ ചെല്ലും. ഇനിയിപ്പോ പാട്ടില്ലെങ്കിലും ശരി, സംഗീത കൂട്ടായ്മ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ ഇവിടെ എത്തും. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഏത് സജീവമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പാടാനുണ്ടെങ്കിൽ അതിനും പോകും. അപ്പൊ ആ രീതിയിൽ നമ്മൾ സംഗീതത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴി കൂടെ ഇപ്പോഴെങ്ങനെയാണോ പോകുന്നത് ആ വഴിയിലൂടെയാണ് ഞാനങ്ങനെ സഞ്ചരിക്കുന്നത്.